വിലപേശപ്പെട്ട ആട്. പണ്ടൊരു കാലത്ത് ഒരു നാട്ടിൽ ആൻഡ്രൂ ഡയാന എന്ന് ദമ്പതിമാരുണ്ടായിരുന്നു. ആൻഡ്രൂ ഒരു ആർത്തിപ്പണ്ടാരമായിരുന്നു. എപ്പോൾ നോക്കിയാലും വിധവിധമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും. ഡയാന എത്ര നന്നായി ഭക്ഷണമുണ്ടാക്കിയാലും അതിലെല്ലാം ഓരോ കുറ്റം കണ്ടുപിടിക്കും. അതുമാത്രമല്ല, വീട്ടിൽ താമസിക്കാതെ എപ്പോ നോക്കിയാലും ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര ദൂരെയാണെങ്കിലും ശരി, വിരുന്നിന് ക്ഷണിക്കുകയാണെങ്കിൽ എന്ത് ജോലിയുണ്ടെങ്കിലും കളഞ്ഞിട്ട് ആദ്യം അവിടെ പോയി നിൽക്കും. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി 10 ദിവസങ്ങളായാലും അവിടെ തന്നെ താമസിക്കും. എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഡയാന എപ്പോഴും സങ്കടത്തിലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ദിവസങ്ങൾ ചെല്ലെ അവൾക്ക് ഏകാന്തത കൂടി വന്നു. ഒരു ദിവസം മറ്റൊരു നാട്ടിലേക്ക് പോയി വയർ നിറച്ച് വിരുന്ന് അവിടെ തന്നെ താമസിച്ചു കഴിച്ച ആൻഡ്രൂസ് വീട്ടിലേക്ക് വന്ന് അകത്തേക്ക് കയറുന്നതിനു മുൻപേ ഡയാന തടഞ്ഞു നിർത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള നാട്ടിലേക്ക് ചെന്ന് അവിടെ തന്നെ താമസിക്കുന്നു. അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്കാ. പക്ഷേ ഞാൻ നിങ്ങളെ തടയില്ല. പക്ഷേ എനിക്ക് സമയം പോകാൻ വേണ്ടി ഒരു പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞ്, ഇതൊന്നുമില്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെങ്കിലും വാങ്ങിത്തരൂ. അതിനോട് സംസാരിക്കുമ്പോ എന്റെ സമയം പോകും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ ആൻഡ്രൂ ഭാര്യയോട് അനാവശ്യമായി വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി ചന്തയിലേക്ക് ചെന്ന് വളരെ മെലിഞ്ഞുണങ്ങിയ ആട്ടിൻകുട്ടിയെ കുറഞ്ഞ വില കൊടുത്ത് വാങ്ങി വീട്ടിലേക്ക് വന്നു. അത് ഡയനയുടെ കയ്യിൽ കൊടുത്തിട്ട്, നീ ചോദിച്ചതുപോലെ തന്നെ സമയം കളയാനായി ഈ ആട്ടിൻകുട്ടിയെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. ഇതിനോടൊപ്പം ഓടിക്കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് സമയം പോകുന്നതേ അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നല്ല വിരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ആൻഡ്രൂ അപ്പ തന്നെ അയൽ രാജ്യത്തേക്ക് പുറപ്പെട്ടു. ഡയന തന്റെ ഭർത്താവ് വാങ്ങിത്തന്ന ആട്ടിൻകുട്ടിയെ സന്തോഷത്തോടെ നോക്കി. പക്ഷേ ആ സന്തോഷം ഒരുപാട് കാലം നിലച്ചില്ല. ആട്ടിൻകുട്ടി അടുത്തുണ്ടായിരുന്നവരുടെ എല്ലാം തോട്ടത്തിലേക്ക് കയറി അവര് നട്ടുവളർത്തിയിരുന്ന ചെടികളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അയൽവാസികൾ എല്ലാവരും ഒരുമിച്ചുകൂടി ഡയനയെ വല്ലാതെ ശകാരിച്ചു. ഈ ആട്ടിൻകുട്ടി വന്നതുകൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. ഡയനയ്ക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായി. ആൻഡ്രൂ വന്ന ഉടൻ തന്നെ, എന്റെ അമ്മോ, നിങ്ങൾ കൊണ്ടുവന്ന ആട്ടിൻകുട്ടി കാരണം ഒരുപാട് പ്രശ്നങ്ങളാ. ആദ്യം ഇതിനെ കൊണ്ടുപോയി വിറ്റേക്ക്, അല്ലെങ്കിൽ അടുത്തു താമസിക്കുന്ന എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ആൻഡ്രൂ ഈ ആട്ടിൻകുട്ടിയെ എന്തു ചെയ്യുമെന്ന് വല്ലാതെ ആലോചിച്ചു. ആ മെലിഞ്ഞ ആട്ടിൻകുട്ടിയെയും എടുത്തോണ്ട് ദൂരെ ഉണ്ടായിരുന്ന ശ്മശാനത്തിലേക്ക് ചെന്നു. ആ ശ്മശാനത്തിൽ ഭാരത് എന്നു പേരുള്ള ഒരു കാവലാളി ഉണ്ടായിരുന്നു. മിത്രമേ, ഈ ഗ്രാമത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരെ അടക്കം ചെയ്യുവാൻ പ്രതിഫലമായി അവർ നിങ്ങൾക്ക് പണം തരുമല്ലോ. ഞാനും എപ്പോ വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് അതിന്റെ പ്രതിഫലം നിനക്ക് തരാനായി വന്നത്. എന്റെ പക്കൽ ഈ ചെമ്മരിയാട്ടിൻകുട്ടി അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് തരാനായി ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ഭാരത് സമ്മതിച്ച് ആ ചെമ്മരിയാട്ടിൻകുട്ടിയെ വാങ്ങി. 2 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആൻഡ്രൂവിന് എവിടെയും വിരുന്ന് കിട്ടാതെ വെറുതെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ശ്മശാനത്തിൽ തടിച്ചു കൊഴുത്ത തന്റെ ആട്ടിൻകുട്ടിയെ കണ്ടു. അതിനെ കണ്ടവൻ അത്ഭുതപ്പെട്ടു. ആട്ടിൻകുട്ടി വളർന്ന് കൊഴുത്തിരുന്നു. വാങ്ങിക്കുമ്പോൾ മെലിഞ്ഞുണങ്ങിയിരുന്ന ഈ ആട്ടിൻകുട്ടി ഇവിടെയുള്ള പുല്ലുകളെല്ലാം മേഞ്ഞ് നല്ലവണ്ണം ഭക്ഷിച്ച് തടിച്ചു കൊഴുത്തിരുന്നു. നല്ലൊരു ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെടുത്തിയല്ലോന്നോർത്ത് വല്ലാതെ വിഷമിച്ചു. എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുമാത്രമല്ല, മരിച്ചതിനു ശേഷം നൽകേണ്ട പ്രതിഫലം നേരത്തെ തന്നെ കൊടുത്തുവല്ലോന്നോർത്ത് ആൻഡ്രൂ വല്ലാതെ വിഷമിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, തടിച്ചു കൊഴുത്ത ആട്ടിൻകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു. അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അന്ന് വൈകുന്നേരം ആൻഡ്രൂ ഭാരതിന്റെ വീട്ടിലേക്ക് വന്ന്, സുഹൃത്തെ, നാളെ തന്നെ ഞാൻ പുറപ്പെടുകയാണ്. പുറപ്പെടാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിന് ഭാരത് അത്ഭുതത്തോടെ, പുറപ്പെടുന്നെന്നോ? എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അതിന് ആൻഡ്രൂ, അയൽ രാജ്യത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അതിനുവേണ്ടി പോകുകയാ. അവിടെ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ ചികിത്സിക്കുവാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഞാൻ ഒരുപാട് കാലം താമസിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇനി എനിക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പോകുന്നതൊക്കെ ശരി, പക്ഷെ അതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത് എന്ന് ചോദിച്ചു ഭാരത്. അതിന് ആൻഡ്രൂ, നമ്മൾ പറഞ്ഞതനുസരിച്ച് ഞാൻ മരിച്ചതിനു ശേഷം നീയല്ലേ എന്നെ അടക്കേണ്ടത്. അതിനുവേണ്ടിയാണ് എന്റെ ആട്ടിൻകുട്ടിയെ നിനക്ക് തന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഭാരതിന് വല്ലാത്ത ദേഷ്യമുണ്ടായി.
നിങ്ങൾ തന്ന ആട്ടിൻകുട്ടിക്ക് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം വരണോ? ഇപ്പൊ തന്നെ നിങ്ങൾ ആടും എടുത്തോണ്ട് ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. ഈ ഉത്തരം പ്രതീക്ഷിച്ചു നിന്ന ആൻഡ്രൂ സന്തോഷത്തോടെ ആട്ടിൻകുട്ടിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ഹായ് കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലും ട്വിറ്ററിലും നമുക്ക് ബന്ധപ്പെടാം. താങ്ക് യു. ബൈ ബൈ.